ഒരിക്കൽ ചൈനീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ഷിനോങ് അദ്ദേഹത്തിന് കുടിക്കാനായി വെള്ളം തിളപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മരത്തിൻ്റെ ഇല കാറ്റത്ത് പറന്ന് ആ വെള്ളത്തിലേക്ക് വീണു. അദ്ദേഹം ആ ഇല എടുത്ത് കളയാതെ തന്നെ വെള്ളം തിളപ്പിക്കുകയും പിന്നീട് ആ വെള്ളം കുടിക്കുകയും ചെയ്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഉന്മേഷം അനുഭവപ്പെട്ടു. അദ്ദേഹം അതിനെക്കുറിച്ച് നോക്കുകയും ആ ഇല എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആ ഇലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഉന്മേഷം കിട്ടിയത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി. ഈ വിവരം അന്നത്തെ രാജാവിനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാജാവിനും ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുകയും അദ്ദേഹത്തിനും പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നുകയും ചെയ്തു. പിൽക്കാലത്ത് ചൈനയിലാകെ ഈ ഇല കഷായം വെച്ച് കുടിക്കുന്നതിനും മറ്റു പല ഔഷധങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പാനീയമായിട്ട് ഉപയോഗിക്കാനും തുടങ്ങി. പുരാതന ചൈനീസ് നിഘണ്ടുവിൽ ആധികാരിക പരാമർശമുള്ള ഈ ഇലയാണ് നമ്മുടെ തേയില. തേയില ഒരു മരമാണോ എന്നിപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. കാരണം മരത്തിൻ്റെ ഇലയാണല്ലോ പറന്ന് വീണത്. തീർച്ചയായിട്ടും തേയില ഒരു മരം തന്നെയാണ്. തേയിലത്തോട്ടങ്ങളിലൊക്കെ തേയില നാമ്പുകൾ നുള്ളിയെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും തേയില കുറ്റിച്ചെടിയായി നമ്മുടെ നാട്ടിലൊക്കെ കാണാനാവുന്നത്. ഇത് നുള്ളിയെടുക്കാതിരുന്നാലോ വർഷങ്ങളോളം അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ മരമായിട്ട് വളർന്നു വരും. AD 780 ചൈനീസ് വിദഗ്ധനായ ലുയു എഴുതിയ ടീ ക്ലാസിക് എന്ന ഗ്രന്ഥം പ്രസിദ്ധി ആർജിച്ചതോടെ യൂറോപ്പിലേക്കും തേയില എത്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തേയില കൊണ്ടുവരും മുമ്പ് തന്നെ അസമിലെ കാടുകളിൽ തേയില വളരുന്നുണ്ടായിരുന്നു. എന്നാൽ ചായ ഇന്ത്യക്കാർക്ക് ഔപചാരികമായി പരിചയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ്. 1823 സ്കോട്ടിഷ് പര്യവേഷകനായ റോബർട്ട് ബ്രൂസിന്റെ അസം സന്ദർശനമാണ് തേയില വാണിജ്യാടിസ്ഥാനത്തിൽ അസമിൽ കൃഷി ചെയ്യാൻ കാരണമായത്. അങ്ങനെ 1837 അസമിലെ ചാബുവയിൽ ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള ആദ്യത്തെ വാണിജ്യ തേയിലത്തോട്ടം സ്ഥാപിതമായി. തേയില ലോകത്തിന്റെ ഓരോ ഭാഗത്തും എത്തിയതിന് അനവധി കഥകളുണ്ട്. പല രുചികളിൽ പല രീതിയിൽ ലോകത്ത് ചായ ഉപയോഗിച്ചു വരുന്നു. കഥകൾ എന്തു തന്നെയായാലും ലോകത്തിന്റെ ജനകീയ പാനീയം തന്നെയാണ് ചായ.